പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശുവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുഞ്ഞിന്റെ മാതാവ് ചെങ്ങന്നൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആശുപത്രി അധികൃതർ വിവരമറിച്ചതിനെ അനുസരിച്ച് ഇലവന്തിട്ട പോലീസാണ് മൃതദേഹം കണ്ടെത്തിയത്. 21-കാരിയായ അവിവാഹിതയാണ് കുഞ്ഞിന് ജന്മം നൽകിയത്. അയൽ വീട്ടിലെ പറമ്പിലാണ് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും എ വി ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, സങ്കടകരമായ വാർത്തയാണ്, വിശദാംശങ്ങൾ എന്താണ്? അതായത് പ്രജിൻ, ഇന്ന് രാവിലെയാണ് ഈ 21-കാരിയായ സ്ത്രീ ചെങ്ങന്നൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. ആന്തരിക രക്തസ്രാവവുമായി ബന്ധപ്പെട്ടാണ് ചികിത്സ തേടിയത്. ഈ ഘട്ടത്തിൽ ഇവിടുത്തെ ഡോക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട വലിയ സംശയം തോന്നുന്നു. പിന്നീട് ഈ വിഷയം പോലീസിനെ അറിയിച്ചു. അങ്ങനെ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്താൻ ശ്രമം നടത്തി. ഇക്കാര്യങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വിവരം പോലീസിന് ലഭിക്കുന്നത്. പിന്നീട് 21-കാരിയുടെ മെഴുവേലിയിലെ വീടും പരിസരവും പോലീസ് അരിച്ചു പെറുക്കി. പിന്നാലെയാണ് അടുത്ത വീട്ടിലെ ഈ ബന്ധുവിൻ്റെ കൂടി അടുത്ത വീട്ടിലെ ആൾതാമസമില്ലാത്ത വീട്ടിലെ പറമ്പിൽ നിന്ന് ഇങ്ങനെ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള നവജാത ശിശുവിൻ്റെ മൃതശരീരം പോലീസിന് ലഭിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായൊരു അന്വേഷണം നടത്തുന്നുണ്ട്. അല്പസമയം മുമ്പ് പ്രദേശത്ത് പോലീസ് എത്തുകയും പോലീസ് അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി കുട്ടിയുടെ മൃതദേഹം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഫോറൻസിക് സംഘവും ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്. 21-കാരി പത്തനംതിട്ട ഒരു ആശുപത്രിയിൽ ചെല്ലുകയും അവിടെ കുറച്ചധികം ക്രിട്ടിക്കൽ ആയതുകൊണ്ട് ആശുപത്രിക്കാർ ഈ ചെങ്ങന്നൂർ ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത് വിടുകയുമായിരുന്നു ഉണ്ടായത്. സ്വാഭാവികമായും ഇത്തരത്തിൽ ഗർഭിണിയാണെന്നോ ഡെലിവറി കഴിഞ്ഞെന്നോ വിവരം ഈ പെൺകുട്ടി ആശുപത്രി അധികൃതരോട് പറഞ്ഞിരുന്നില്ല. ആശുപത്രി അധികൃതർ നടത്തിയ പരിശോധനയിൽ, ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലാണ് ഇത്തരം ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് എന്തായാലും കുട്ടിയുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. 2 ദിവസത്തോളം പ്രായം കുട്ടിക്കുണ്ടെന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വേണം. പെൺകുഞ്ഞാണ്. ഈ മുത്തശ്ശിയുടെ ഉൾപ്പെടെ പ്രതികരണം നമ്മൾ ചോദിച്ചിരുന്നത്. മുത്തശ്ശി പറയുന്നത് ഇക്കാര്യത്തിൽ തങ്ങൾക്കൊന്നും അറിയില്ല, ഇന്ന് രാവിലെ ആശുപത്രിയിലേക്ക് പോയി എന്നൊക്കെയാണ്. എന്തായാലും വലിയ ദുരൂഹതയാണ്. ഒരു അമ്മയ്ക്ക് മാതൃത്വത്തിന് ഇങ്ങനെ ജനിച്ച കുഞ്ഞിനോട് ചെയ്യാൻ പറ്റുമോ എന്നൊരു ക്രൂരതയുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും മരണകാരണം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വ്യക്തത വരും. എന്തായാലും ഇലവന്തിട്ട പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അസ്വാഭാവിക മരണത്തിന് കേസെടുത്തുകൊണ്ടാണ് നിലവിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പെൺകുട്ടിയെയും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രജിത്ത്, എ വി ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.